ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് സങ്കീർത്തനം 1-ാം അധ്യായം ധ്യാനിക്കാം. എല്ലാവരും സങ്കീർത്തനം 1-ാം അധ്യായം വായിക്കുന്നത് നല്ലതാണ്. ഇവിടെ ദൈവം 2 മാർഗങ്ങളാണ് നമുക്ക് തരുന്നത്. ഒന്ന് നീതിമാന്റെ മാർഗവും മറ്റൊന്ന് ദുഷ്ടന്റെ മാർഗവും. നീതിമാന്റെ മാർഗമാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ ജീവിതം ഫലവത്താകും. നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. ദുഷ്ടന്റെ മാർഗമാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. നിന്റെ ഫലം കാറ്റത്ത് പറക്കുന്ന പതിരുപോലെ ആയിരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ നിനക്ക് നിൽക്കുവാനും സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദര സഹോദരി, നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഏത് മാർഗമാണ് നീ തിരഞ്ഞെടുക്കേണ്ടതെന്ന്, ദുഷ്ടന്റെ മാർഗമോ നീതിമാന്റെ മാർഗമോ എന്ന്. ദുഷ്ടനോടൊപ്പം ചേരുകയോ അവൻ്റെ പീഠത്തിൽ ഇരിക്കുകയോ നീ ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറിച്ച് നീതിമാന്റെ മാർഗമായ രാവും പകലും ദൈവത്തിൻ്റെ നിയമത്തെയും ചട്ടങ്ങളെയും പറ്റി ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിനനുസരിച്ച് നിന്റെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹോദര, നീതിമാന്റെ മാർഗം സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നിനക്ക് ശക്തി ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.